എല്ലാവർക്കും ഇസൈവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഉണക്കക്കൊഴുവ എങ്ങനെ വറുക്കാം എന്നുള്ളതാണ്. ഞാൻ വറുക്കുന്ന രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പൊ നന്നായിട്ട് ഞാൻ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിരിക്കുന്നതാണ് ഈ ഉണക്കക്കൊഴുവ. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക. കുറെ നേരം ഇങ്ങനെ കുതിർത്താൻ കാത്തിരിക്കരുത്. പെട്ടെന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക ഉപ്പിട്ടിട്ട്. ഓക്കെ. അതിനുശേഷം നമ്മൾ ഒരു ചട്ടി വെക്കുക. ആ ചട്ടിയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക കേട്ടോ. ചട്ടിയിൽ ഒട്ടും വെള്ളം പാടില്ല. ഇനി നമുക്ക് ആ കഴുകി വെച്ചിരിക്കുന്ന കൊഴുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ കൊഴുവയിലുള്ള കുറച്ചെങ്കിലും വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് ആ മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ നമുക്കൊന്ന് വരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വരിച്ചെടുക്കാം. കുറച്ചാണെങ്കിലും വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. കരിഞ്ഞൊന്നും പോവരുതിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ കൊഴുവ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. ഒരു ക്രിസ്പിനെസ് ഒക്കെ വരണം. നമുക്കൊന്ന് അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആ കഴുകി എടുത്തപ്പോഴുള്ള ഉപ്പാണ്, വേറെ ഇട്ടിട്ടില്ല. നമുക്ക് അവസാനം നമ്മൾ ചേർക്കും. ഇപ്പോ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആ എണ്ണയോടെ കമത്തരുത്. നമുക്കിങ്ങനെ ആ കൈലി കൊണ്ട് തന്നെ ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അവസാനം ഇങ്ങനെ വരുന്നുണ്ട്. അത് ഞാൻ എടുക്കാറില്ല, അത് ഞാൻ കളയേ ഉള്ളൂ. കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഉണ്ടാവും, അതിന്റെ പൊടികളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ എടുക്കുന്നില്ല. ആ ചൂടോടെ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയില്ലേ, ആ ചൂട് മാറണയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ പാകത്തിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുണ്ടാവും, കൈയൊന്നും പൊള്ളരുത്. അങ്ങനെ പേടിയുള്ളവര് സ്പൂണും കൊണ്ടായാലും ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എല്ലായിടത്തും ആവണം. മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കണം. അപ്പൊ ഞാൻ ഇവിടെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത്. എന്നാലേ എല്ലായിടത്തും പിടിക്കുള്ളൂ. അപ്പോൾ അതാ ചൂടോടെ തന്നെ, ചൂടുണ്ട്, ആ ചൂടോടെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുക. ചൂട് ആറാൻ കാത്തിരിക്കരുത്. ഉണക്കക്കൊഴുവ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് ഉണക്കക്കൊഴുവയാണെങ്കിലും ചെമ്മീനാണെങ്കിലും ഒക്കെ വറുക്കുന്നത്. വേറെ ഉണക്കമീനൊന്നും ഞാൻ വറുക്കാറില്ല. എനിക്കാകെ ഉണക്ക ചെമ്മീനും ഉണക്കക്കൊഴുവയും മാത്രം വറുക്കാനേ അറിയുള്ളൂ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഡപ്പയിലാക്കി വെക്കണം. ചെറിയതായിട്ടൊന്ന് ചൂടാറുമ്പോ തന്നെ നമുക്ക് ഒട്ടും വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഡപ്പയിലാക്കി വെച്ചാല് കഴിക്കുമ്പോൾ നല്ല കറുമുറ ആയിരിക്കും. ഞാൻ ഉണക്കമീൻ വറുക്കുന്ന രീതിയാണിത്. അപ്പോൾ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈസി അല്ലേ എല്ലാവർക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.